നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 31 വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ഇന്ന് വയനാട്, എറണാകുളം, കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടങ്ങൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി, വടകര താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മുൻകരുതലെന്ന നിലയിൽ ഈ ജില്ലകളിൽ അവധി നൽകിയിരിക്കുന്നത്. വയനാട്, എറണാകുളം, കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിൽ അംഗനവാടികൾ, മതപഠന കേന്ദ്രങ്ങൾ, ട്യൂഷൻ സെൻ്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെങ്കിലും റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇത് ബാധകമല്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് മഴ തുടരുമെന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ജൂലൈ 31 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. നാളെ ശനിയാഴ്ച ഓഗസ്റ്റ് 1 പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ടാകും. മറ്റന്നാൾ ഞായറാഴ്ച ഓഗസ്റ്റ് 2 പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങളും തീരദേശ മലയോര മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് 31 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്താത്തതിൻ്റെയൊക്കെ തന്നെ പേരിൽ ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും പിഴയായിട്ട് ഈടാക്കിയത് 7000 കോടിയിലധികം രൂപയാണ്. സേവിങ്സ്, കറണ്ട് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് അത് ശരാശരി സൂക്ഷിക്കാത്തവരിൽ നിന്നാണ് ഈ തുക ഈടാക്കിയിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും സ്വകാര്യ ബാങ്കുകളുടെ സംഭാവനയാണ്. പൊതുമേഖലാ ബാങ്കുകൾ ആകെ 2137.92 കോടി രൂപ പിഴ ചുമത്തിയപ്പോൾ സ്വകാര്യ ബാങ്കുകൾ ചേർന്നുകൊണ്ട് 4947.71 കോടി രൂപയാണ് പിഴ ഇനത്തിൽ സ്വന്തമാക്കിയത്. സ്വകാര്യ ബാങ്കുകൾ ഈടാക്കിയ മൊത്തം തുകയുടെ 58% HDFC അതോടൊപ്പം തന്നെ ആക്സിസ് എന്നീ 2 ബാങ്കുകളിൽ നിന്നാണ്. HDFC ബാങ്ക് മാത്രം 1798.14 കോടി രൂപയും ആക്സിസ് ബാങ്ക് ആകട്ടെ 1081.33 കോടി രൂപയും ഉപഭോക്താക്കളിൽ നിന്ന് പിഴയായിട്ട് ഈടാക്കിയിട്ടുണ്ട്. രാജ്യത്തെ 19 സ്വകാര്യ ബാങ്കുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഈ 2 ബാങ്കുകൾ മാത്രം ഇത്രയും വലിയ തുക പിരിച്ചെടുത്തതായിട്ട് വ്യക്തമാകുന്നത്. എന്നാൽ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവർക്കും ഈ പിഴ ബാധകമല്ല. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ആരംഭിച്ചിട്ടുള്ള ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് BSBDA അക്കൗണ്ടുകൾ, പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY അക്കൗണ്ടുകൾ എന്നിവയ്ക്കുള്ള മിനിമം ബാലൻസ് നിബന്ധനയില്ലാത്തതിനാൽ തന്നെ ഇത്തരം പിഴകൾ അവർ നൽകേണ്ടതില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ സാമ്പത്തിക രംഗത്തും ബാങ്കിംഗ് സേവനങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന CKYC 2.0 അഥവാ സെൻട്രൽ നോ യുവർ കസ്റ്റമർ ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കുകയാണ്. പുതിയ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ സ്വന്തമാക്കുന്നതിനും ഓരോ സ്ഥാപനത്തിലും വ്യക്തിഗത രേഖകൾ വെവ്വേറെ നൽകുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുമായി അതുപോലെ തന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI എന്നിവയുടെയൊക്കെ തന്നെ സഹകരണത്തോടെയാണ് ഈ ഒരു പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളുമാണ് ഇത് നടപ്പിലാക്കുക. തുടർന്ന് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും മ്യൂച്വൽ ഫണ്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും വർഷാവസാനത്തോടെ ഇതിൻ്റെ ഭാഗമാകും. നിലവിൽ ഏകീകൃത രജിസ്ട്രിയിൽ 120 കോടിയോളം ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ലഭ്യമാണ് എങ്കിലും വിവരങ്ങളിലെ അപൂർണതയും ആവർത്തനവും കാരണം ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല. ഇതിനൊരു പരിഹാരമായിട്ട് പുതിയ CKYC 2.0 ക്രമീകരണത്തിൽ വിവരങ്ങളുടെയൊക്കെ തന്നെ കൃത്യത വ്യക്തമാക്കുന്ന കോൺഫിഡൻസ് സ്കോർ ഉൾപ്പെടുത്തുന്നതാണ്. ഒറ്റത്തവണ പാസ്വേഡ് OTP വഴി ഉപഭോക്താവിൻ്റെ സമ്മതം ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും കേന്ദ്രീകൃത രജിസ്ട്രിയിൽ നിന്നും വിവരങ്ങളൊക്കെ തന്നെ സ്ഥാപനങ്ങൾക്ക് നൽകുക. സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ തന്നെ തടയുന്നതിനും അതോടൊപ്പം തന്നെ നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ രീതി ഏറെ സഹായകരമായി മാറും. സിംഗപ്പൂർ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഏകീകൃത ഡിജിറ്റൽ ഐഡന്റിറ്റി മാതൃകയിലാണ് ഇന്ത്യയിലും ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്ത് സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും കൂടുതൽ ആളുകളെ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങളിലേക്ക് ആകർഷിക്കാനും ഈ പുതിയ മാറ്റം ഏറെ ഉപകരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാറായിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെങ്കിലും
ജൂലൈ മാസത്തെ വിഹിതം ഇതുവരെ കൈപ്പറ്റാത്തവർ എത്രയും വേഗം തന്നെ റേഷൻ കടകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും എത്തിക്കൊണ്ട് ഈ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും കൈപ്പറ്റേണ്ടതാണ്. മുൻഗണനാ റേഷൻ കാർഡുകാർക്കുള്ള സബ്സിഡി, സൗജന്യ വിഹിതങ്ങൾ റേഷൻ കടകളിലും സപ്ലൈകോയിലും ലഭ്യമാണ്. കൂടാതെ മുൻഗണനേതര നോൺ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട കാർഡുടമകൾക്കും സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് കൈപ്പറ്റാനായിട്ട് കാർഡുടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. BPL കാർഡുകളിലേക്ക് അപേക്ഷ നൽകിയവർക്കായിട്ട് സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് 50,000 മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. 72,000-ലധികം മുൻഗണനാ കാർഡുകളാണ് ഇപ്പോൾ വിതരണം ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിച്ച അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ പുതിയ മുൻഗണനാ കാർഡ് ലഭിക്കുന്നതായിരിക്കും. അപേക്ഷയിൽ എന്തെങ്കിലും പോരായ്മകളോ രേഖകളുടെയൊക്കെ തന്നെ കുറവോ ഉള്ളവർക്ക് അത് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലെറ്റർ അല്ലെങ്കിൽ സന്ദേശം ഇതിനോടകം തന്നെ ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാകും. സോ അങ്ങനെയുള്ളവർ ബന്ധപ്പെട്ട രേഖകൾ എത്രയും വേഗം തന്നെ അപ്ലോഡ് ചെയ്ത് മുൻഗണനാ കാർഡ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന മാസം മുതലോ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം മുതലോ ആയിരിക്കും ഈ ഒരു സൗജന്യ റേഷന് അർഹതയുണ്ടാവുക. അതുവരെ നിലവിലെ കാർഡ് വിഭാഗത്തിന് ലഭിക്കുന്ന സാധാരണ ആനുകൂല്യങ്ങൾ തന്നെ തുടരുന്നതായിരിക്കും. വരാനിരിക്കുന്ന ഓണക്കാലത്ത് സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മഞ്ഞ കാർഡ് ഉടമകൾക്ക് അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിന് മാത്രമായിരിക്കും ഈ ഒരു സൗജന്യ ഓണക്കിറ്റ് അതിന് അർഹതയുണ്ടാവുക. അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് 4 പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലും വിതരണം ചെയ്യും. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനങ്ങൾ അടങ്ങുന്ന ഏകദേശം 850 രൂപയിലധികം മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കിറ്റിൽ ഉണ്ടാവുക. ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള സമയപരിധിയിൽ റേഷൻ കടകളിൽ എത്തിക്കൊണ്ട് ഈ കിറ്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നിശ്ചിത തീയതിക്ക് ശേഷം സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നതല്ല. നിലവിൽ സപ്ലൈകോ ഗോഡൗണുകളിൽ കിറ്റുകളുടെയൊക്കെ തന്നെ പാക്കിംഗ് പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 2-ാം ആഴ്ചയോടെ ഇവ റേഷൻ കടകളിൽ എത്തിച്ചേരുന്നതായിരിക്കും. മറ്റു വിഭാഗങ്ങളിലെ BPL അതായത് പിങ്ക്, അതോടൊപ്പം തന്നെ APL നീല വെള്ള കാർഡ് ഉടമകൾക്ക് ഈ സൗജന്യ ഓണക്കിറ്റിന് അർഹതയുണ്ടായിരിക്കില്ല. എന്നാൽ ഇവർക്കായിട്ട് സപ്ലൈകോ വഴി പ്രത്യേക ഡിസ്കൗണ്ടിൽ സ്പെഷ്യൽ കിറ്റുകളൊക്കെ തന്നെ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഓണക്കാലത്ത് അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം കിറ്റ് എന്നിങ്ങനെ 3 സ്പെഷ്യൽ കിറ്റുകളാണ് സപ്ലൈകോ അവതരിപ്പിക്കുന്നത്. 1000 രൂപ മുതൽ 2000 രൂപ വരെ വില വരുന്ന ഈ കിറ്റുകളിൽ 300 രൂപ മുതൽ 500 രൂപ വരെയുള്ള അധിക ഉൽപ്പന്നങ്ങൾ ലാഭകരമായിട്ടുള്ള നിരക്കിൽ സപ്ലൈകോ വഴി ലഭ്യമാകുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് നിലവിൽ ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം വളരെ സജീവമായിട്ട് തന്നെ നടന്നു വരികയാണ്. ഭൂരിഭാഗം ആളുകളുടെയും കൈകളിൽ തുക നേരിട്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരുന്ന ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഓഗസ്റ്റ് 15-ന് ശേഷം 2 മാസത്തെ പെൻഷനായിട്ടുള്ള 4000 രൂപ ഒന്നിച്ച് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. വരുന്ന ഓഗസ്റ്റ് 26-നാണ് തിരുവോണം എന്നതിനാൽ തന്നെ ഉത്രാടത്തിന് മുൻപ് തന്നെ തുക എല്ലാവരിലേക്കും എത്തിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. എന്നാൽ സെപ്റ്റംബറിലെ തുക കൂടി മുൻകൂറായിട്ട് ലഭിക്കുന്നതിനാൽ തന്നെ അടുത്ത പെൻഷനായിട്ട് നമുക്ക് ഒക്ടോബർ അവസാന വാരം വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരുമെന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷ, അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർ അടുത്ത 2 മാസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. എന്നാൽ 2026-ൽ പുതുതായിട്ട് പെൻഷൻ ലഭിച്ചവർ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് വീടുകളിലെത്തിയുള്ള ഹോം മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യവും അടുത്ത മാസത്തോടെ തന്നെ ലഭ്യമാക്കുമെന്നതിനാൽ തന്നെ നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ജനപ്രതിനിധികളെയോ വിവരം കൃത്യമായി അറിയിക്കേണ്ടതാണ്. അതേസമയം ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരുടെയൊക്കെ പെൻഷൻ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവർ തദ്ദേശ സ്ഥാപനങ്ങളിൽ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ടെങ്കിലും ഓഗസ്റ്റ് 20-ന് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കുന്നതെങ്കിൽ മാത്രമേ ഇത്തവണത്തെ പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നലെ വർധനവ് രേഖപ്പെടുത്തി. 2026 ജൂലൈ 30 വ്യാഴാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 75 രൂപ കൂടി 13,230 രൂപയിലും പവന് 600 രൂപ കൂടി 1,05,840 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.